പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ പ്രശംസിച്ച ശശി തരൂർ ഒരേ സമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനാണ് പ്രധാനമന്ത്രി. ലോക സമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുവെന്നും ശശി തരൂർ. റൈസീന ഡയലോഗിലാണ് തരൂറിന്റെ പരാമർശം. കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണ് ശശി തരൂരിന്റെ പ്രസ്താവന. ഒരേ സമയം തന്നെ വ്ളാഡിമിർ പുടിനും സെലൻസ്കിക്കും സ്വീകാര്യനായ നേതാവായി മോദി മാറിയെന്ന് ശശി തരൂർ പ്രതികരിച്ചു. രണ്ടിടത്തും അംഗീകരിക്കപ്പെടുക എന്നത് വലിയ കാര്യമാണെന്നും ശശി തരൂർ പറഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ മുൻപ് താൻ എതിർത്തത് തെറ്റായിപ്പോ എന്ന് പ്രതികരിച്ച ശശി തരൂർ അന്നത്തെ മണ്ടത്തരം താൻ തിരുത്തുന്നതായി കൂട്ടിച്ചേർത്തു. 3 years later, it does look like I'm the one with egg on my face, because clearly the policy has meant that India has actually a prime minister who can hug both the president of Ukraine and the president of Moscow 2 weeks apart and be accepted in both places, and therefore India is in a position where it can make a difference to a lasting peace. ഇന്ന് രാവിലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമ്പോഴും ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് പ്രസ്താവന നടത്തിയതെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നുമായിരുന്നു പ്രതികരണം. നോക്കൂ, ഞാൻ എന്റെ പാർലമെന്റ് പ്രസംഗത്ത് പറഞ്ഞതൊക്കെ റെക്കോർഡിലാണ്, നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞത് റെക്കോർഡിലാണ്. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്. പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കേട്ടോ. ഇതിൽ തീരെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നടത്തിയ US സന്ദർശനത്തെ തരൂർ വാനോളം പുകഴ്ത്തിയിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി ശശി തരൂരിനെ AICC ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയാണ് താക്കീത് നൽകിയത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും തരൂർ പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് രംഗത്തെത്തിയത്. ജനം, ഡൽഹി.